ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫർദ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തതിലേക്ക് മുളക് പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പുപൊടി, കോൺഫ്ലവർ, പിന്നെ ഒരല്പം തൈര്, പിന്നെ ഫുഡ് കളർ ചേർക്കണം എന്നുള്ളവർക്ക് ഒരല്പം ഫുഡ് കളർ കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നമുക്ക് ഫർദ ഉണ്ടാക്കണം. ഫർദ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരല്പം ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ചെറിയ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കണം. ഒരു അരമണിക്കൂറെങ്കിലും മൂടി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊന്തി വരും. അപ്പോൾ ഇതുപോലെ പൊന്തി വന്നു കഴിഞ്ഞാൽ നമുക്കിനി കുറച്ച് മൈദ വേണം. മൈദയിൽ ഒരല്പം ഉപ്പും കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട് ഈ മിക്സും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് നമുക്കിത് കുഴച്ചെടുക്കണം. ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ, പക്ഷെ ഇത് കുറച്ച് ലൂസിൽ വേണം കേട്ടോ നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കണം. അതിനായിട്ട് ഇവിടെ റൈസ് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിത് ഊറ്റിയെടുത്തിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അരി നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളത്തിൽ ഞാൻ ഗ്രീൻ പീസ്, കടലയും, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ അങ്ങനെയുള്ളതും ഉപ്പും ഒക്കെ കൂടെയാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് ചെറുനാരങ്ങയുടെ നീരും എന്നിട്ടാണ് ഞാനിവിടെ റൈസ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഓരോ ചിക്കൻ പീസസ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് നമ്മളതിൽ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് സബോള കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സബോളയും ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാനൊരല്പം ഉപ്പുപൊടിയും കൂടി ഇട്ടിട്ടാട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് നമ്മൾ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായി മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മല്ലിയും പുതിനയും അരിഞ്ഞതും ഒരല്പം തൈരും കൂടി ചേർത്തിട്ട് വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളവിടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസുകളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ തന്നെ മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടണം. ബിരിയാണി ദമ്മിടാനുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ലെയറായിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് ലെയറായിട്ട് തന്നെ ദമ്മിടാം. ഞാനിപ്പോൾ ഒറ്റ ഇതിൽ തന്നെയാണിത് ദമ്മിടുന്നത്. എന്നിട്ട് ഇതിന് മീതെ നമ്മളുടെ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. റൈസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ റൈസിന് മീതെ ഒരല്പം നെയ്യ് ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം ഒരു ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞതിൽ നിന്ന് ഒരല്പം മല്ലിച്ചപ്പും പുതിനയും, പിന്നെ നമ്മൾ അവിടെ വറുത്ത് വെച്ചിട്ടിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയും കൂടി ചേർക്കാം. പിന്നെ എസൻസ് വേണമെന്നുള്ളവർക്ക് ഒരല്പം എസൻസും കൂടി ചേർക്കാം കേട്ടോ. പിന്നെ ഫുഡ് കളർ ആവശ്യമുള്ളവർക്ക് ഒരല്പം ഫുഡ് കളറും ചേർക്കണം. പിന്നെ ക്യാരറ്റും മല്ലിച്ചപ്പിൻ്റെയും കൂടെയുള്ള മിക്സും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ച് ദമ്മിലെടുക്കാം. നമ്മളുടെ ഫർദയുടെ ആ മാവ് എടുക്കാം. ഫർദയുടെ മാവ് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആക്കണ പോലെ, അതായത് റൗണ്ട് ഇതിലല്ല, നമ്മൾ ഏത് പാത്രമാണോ എടുക്കണത് ആ പാത്രത്തിൻ്റെ ഒരു അളവിന് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 4 ഭാഗം, അതായത് ഇതുപോലെ ഇങ്ങനെ 4 ഭാഗം നമ്മളിങ്ങനെ മടക്കിയിടണം. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പാത്രത്തിലേക്ക് ഇത് വളരെ എളുപ്പമായിട്ട് നമുക്കിതിങ്ങനെ ഇറക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഞാനിങ്ങനെ കുക്കറിലാണ് ഇതിൻ്റെ ഫർദർ റെഡിയാക്കണത്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും നല്ല പോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കുക്കറിലായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മൂടി എടുത്തിട്ട് ആ മൂടിയുടെ ഒരു വശത്തും ഞാനിതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ദമ്മ് പൊട്ടിക്കാം. അപ്പോൾ നമ്മളുടെ ദമ്മ് പൊട്ടിച്ചിട്ട് നല്ലപോലെ ഒന്ന് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാനിതവിടെ നമ്മളുടെ കുക്കറിൽ ഫർദ ഇറക്കി വെച്ചിട്ടുണ്ട്. ഫർദ ഇങ്ങനെ സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇറക്കി വെക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇറക്കി വെക്കണം.
ഇങ്ങനെ ഇറക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ബിരിയാണി ഇടുന്ന നേരത്തെ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാരറ്റിൻ്റെ മിക്സും കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മളെ ബിരിയാണി ഇടുകയാണ്. ഇങ്ങനെ ബിരിയാണിയൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോള വറുത്തതും ക്യാരറ്റിൻ്റെ മിക്സും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മളിത് അതിൻ്റെ ചുറ്റും നമ്മളുടെ ഫർദ വെച്ച് കവർ ചെയ്യണം. എല്ലാ ഭാഗത്തുനിന്നും ഫർദ എടുത്തിട്ട് ഇങ്ങനെ കവർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറച്ചധികം ഇങ്ങനെ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കൂട്ടി പിടിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റിയാൽ മതി. നമ്മളുടെ ആ നെയ്യ് പട്ടിയ ആ മൂടിയും കൂടി ഇതിലേക്ക് വെച്ചിട്ട് ഗ്യാസുമ്മ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇങ്ങനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് സൈഡൊക്കെ ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഫർദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൊരിയിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഫർദ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്യണത് പോലെയോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കഴിക്കുമ്പോൾ ഈ ഫർദ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഫർദ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം. ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.